ഹായ്, നിങ്ങളീ കാണുന്നത് ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ക്യൂട്ട് വില്ല സ്റ്റൈലിലുള്ള 4 BHK വീടാണ് ഈ കാണുന്നത്. ഒരു ഇഞ്ച് സ്ഥലം പോലും നമുക്കിതിൽ വേസ്റ്റേജ് വന്നിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതും വേസ്റ്റേജ് തീരെ ഇല്ലാത്തൊരു വീടാണ് ഈ കാണുന്നത്. ഞാനിതിൻ്റെ സസ്പെൻസ് ആദ്യം തന്നെ പറയാം. ഈ ഒരു വീട് ടോട്ടൽ 4 ബെഡ്റൂം അടക്കം 1320 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ നോക്കാനായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന വീടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത്. 4 ബെഡ്റൂമാണ് പറഞ്ഞ പോലെ തന്നെ. ടോട്ടലി ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ അടക്കം 1320 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്ലാനിൻ്റെ ഭംഗിയും ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചറും. അതായത് ഈ വീടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു കറക്റ്റ് ഷേപ്പും എല്ലാവിധ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ്. എന്നാൽ തന്നെ ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് ഈ വീട്ടിൽ വേസ്റ്റേജ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്ലാനിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫ്രണ്ടേജിൽ വരുന്നത് ഒരു നോർമൽ ടൈപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമുക്ക് എലിവേഷനിൽ നോക്കിയാൽ കാണാം ഈ ഒരു വീടിന് അനുയോജ്യമായിട്ടും ഈ ഒരു വീടിൻ്റെ സൈസുമായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ വീട്ടിൽ ഇൻക്ലൂഡിങ് അല്ല അതായത് ഏരിയ ഇൻക്ലൂഡിങ് അല്ല വരുന്നത്, ഇത് പുറത്ത് ആണ് വരുന്നത്. ഇത് ഏരിയ ആയിട്ട് കാണിക്കില്ല, ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നേരെ ലിവിങ് ഏരിയയിലോട്ട് പ്രവേശിക്കാം. ഇത് ആക്ച്വലി ഒറ്റ സിംഗിൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ്. ടോട്ടലി ഒരു ഓപ്പൺ ഹാളാണ് വരുന്നത്. ഇത് നമ്മൾ ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെ ലിവിങ് ഏരിയയും ഇവിടെ ഡൈനിങ് ഏരിയയുമായിട്ടാണ് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ലിവിങ് ഏരിയ നോക്കാം. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഒരു എൽ ഷേപ്പിൽ നമ്മൾ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് ഇരിക്കാവുന്ന അത്ര സൈസുള്ളൊരു ലിവിങ് ഏരിയ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡൈനിങ് ടേബിളിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു അത്യാവശ്യം ഉള്ളൊരു സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡൈനിങ് ടേബിളിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഏരിയ ഇവിടെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അത് വീടിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് പാർട്ടീഷൻ ചെയ്താൽ മതി, ജസ്റ്റ് വുഡ് കൊണ്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത്. ഇതിലിവിടെ നമ്മളൊരു 4 കള്ളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെന്റിലേഷൻ പാസ് ചെയ്ത് വരും ഇവിടേക്ക്. അത് നേരെ ലിവിങ് ഏരിയയിലോട്ടും അതിൻ്റെ വെന്റിലേഷൻ കിട്ടും. കാരണം ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാളാണ്. ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊരു പാർട്ടീഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ലിവിങ് കം ഡൈനിങ് ആണ് വരുന്നത്. എങ്കിൽ പോലും ഇതിന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡൈനിങ് ഹാളിൽ നമുക്ക് പാസിംഗ് ഒക്കെ ഇതിലൂടെയാണ് വരുന്നത്. ഇവിടേക്ക് യാതൊരു പാസിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മളടുത്തത് ഈ ലിവിങ് ഏരിയയിൽ നിന്നും ജസ്റ്റ് നമ്മൾ സ്റ്റെയർ റൂമാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ റൂം വരുന്നത്. സ്റ്റെയർ നോർമലി സ്റ്റെയറാണ് വരുന്നത്, നോർമൽ ടൈപ്പിലുള്ള സ്റ്റെയറാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കാണുന്നുണ്ട്. ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ഡോറ് സ്റ്റെയറിൻ്റെ താഴെ ആയത് കാരണം ഡയറക്റ്റ് നമുക്ക് എൻട്രി അല്ല വരുന്നത്, ഈ ഒരു ഹാളിലോട്ട് ഡയറക്റ്റ് എൻട്രി അല്ല വരുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് വ്യൂ കിട്ടുകയും ഇല്ല ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറുമായിട്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ സ്റ്റെയറിൻ്റെ താഴെ വന്നു കഴിഞ്ഞിട്ട് ആണ് ഗസ്റ്റ് ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഈ ഒരു ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ ഡോറുകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. എല്ലാ ഡോറുകളും നമുക്ക് ജസ്റ്റ് ഒരു പാസേജിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് ഡോറുകൾ വെച്ചിട്ടുള്ളത്. ഡോറുകൾ വെക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക, ഡോർ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൻ്റെ എല്ലാം പ്രൈവസി ഒരുപാട് കീപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് വന്നു. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. എല്ലാ എലമെൻസും പറയാറുള്ള പോലെ തന്നെ കറക്റ്റ് സ്കെയിലായിട്ടുള്ള ഫിഗറാണ്. ഇത് ഡബിൾ സൈസ് കിങ് സൈസ് ആയിട്ടുള്ള ബെഡാണ് കൊടുത്തിട്ടുള്ളത്.
6x6 ബെഡാണ്. ബാലൻസ് ഇത്രത്തോളം സ്പേസ് നമുക്കുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സോഫ അറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം ഒന്ന് വരുന്നത്. ഇതിൽ 3 കള്ളിയുടെ 2 വിൻഡോ, ഒന്ന് ബാക്കിലും സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെന്റിലേഷൻ നല്ല രീതിക്ക് കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി നേരെ അടുത്തത് ഫ്രണ്ടിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഫ്രണ്ടിൽ. ഇതിലും പറഞ്ഞ പോലെ 6x6 ബെഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാലൻസ് സ്പേസ് ഇത്രത്തോളം ഉണ്ട്. ഇവിടെ ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് ഇവിടെ ഒരു 3 കള്ളി വിൻഡോ ഉണ്ട്. ഇത് നമുക്ക് 4 കള്ളിയുടെ ചെറിയ വെന്റിലേഷൻ സൈസിലുള്ള വിൻഡോ ആണ് വരുന്നത്. വീടിൻ്റെ എലിവേഷനുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. 4 കള്ളിയുടെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എലിവേഷനിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിലും അത്യാവശ്യം നല്ല വെന്റിലേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബെഡ്റൂമിലോട്ട് ഡയറക്റ്റ് എൻട്രി ആണ്. നമ്മൾ ഈ ഒരു വീട് ചെറിയൊരു വീടും ചെറിയ ഏരിയയിലും ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയതുള്ളൂ. സ്ക്വയർ ഫീറ്റ് ഇനി നമ്മൾ സ്ക്വയർ ഫീറ്റ് കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്രസ്സിങ് ഏരിയ കൊടുത്ത് അങ്ങനെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ബാത്റൂമാണ് വരുന്നത്. ഇനി നമ്മൾ നേരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഈ പാസേജിലൂടെ നേരെ വരുന്നത് നമ്മുടെ കിച്ചണാണ്. ഒരു മോഡുലാർ ടൈപ്പ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 കള്ളി വിൻഡോ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സൈസ് ഉണ്ട്. വർക്ക് ഏരിയ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്ര സൈസ് ഉണ്ട് ഈ കിച്ചണിലെ. എല്ലാ ഉപയോഗങ്ങളും ഇതിൽ തന്നെ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് വർക്ക് ഏരിയ കൊടുക്കണമെങ്കിൽ ബാക്കിലോട്ട് കൊടുക്കാം. ഇവിടെ ഒരു എക്സിറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട്. ആ വർക്ക് ഏരിയ കൊടുക്കേണ്ട ഉദ്ദേശമുള്ളവർ ഈ ഒരു വാളിൽ വിൻഡോ കൊടുക്കരുത്, അത് ശ്രദ്ധിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വർക്ക് ഏരിയ എടുക്കുമ്പോൾ അതൊരു തടസ്സമായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് നമുക്ക് കിച്ചണിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ പറയാനുള്ളത്, നിങ്ങളുടെ വീടിൻ്റെ പ്ലോട്ടുമായിട്ട്, അതായത് ഓരോ സ്ഥലത്തിനും ഓരോരോ ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചെയ്ത പ്ലാൻ പ്രകാരം ഈ വീടിന് ഇവിടെയാണ് കിച്ചൺ വരുന്നത്. നിങ്ങളുടെ പ്ലോട്ടിൽ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സൗകര്യമുണ്ടാകും ഡൈനിങ് ഹാളിലോട്ട് ഭക്ഷണം പാസ് ചെയ്യാനായിട്ട്. ഇവിടെ കിച്ചൺ ആണെങ്കിൽ, ഇൻ കേസ് ഇവിടെ കിച്ചൺ ആണെങ്കിൽ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഹോൾ വെച്ച് കഴിഞ്ഞിട്ട് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഭക്ഷണം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് ഇവിടെ ആളിരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും ഏരിയ ആയിട്ട് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഏരിയ വരുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് അടക്കം ഇത് നമുക്ക് ഏരിയയിൽ കൂട്ടില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഏരിയയിൽ കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 775 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാന് വരുന്നത്. ടോട്ടൽ 2 ബെഡ്റൂമാണ് നമ്മളിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് കോമൺ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരെ സ്റ്റെയർ ഇങ്ങനെ കയറി വന്ന് ആദ്യമായിട്ട് കാണുന്നത് തന്നെ നമുക്കൊരു ലിവിങ് ഏരിയയാണ്. താഴെയുള്ള ലിവിങ് ഏരിയയുടെ അതേ ഏരിയ മുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു എൽ ഷേപ്പ് ഒരു സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാളിൽ വേണമെങ്കിൽ TV കൊണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ കുറച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാം മുകളിൽ. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഈ വീടിന്. പിന്നെ അടുത്തത് കാണുന്നത് നമ്മളൊരു കോമൺ ടോയ്ലറ്റാണ് വരുന്നത്. ഡയറക്റ്റായിട്ട് ഹാളിൽ നിന്നും എല്ലാ ഫെസിലിറ്റീസുകളോട് കൂടിയിട്ടുള്ളൊരു കോമൺ ടോയ്ലറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് അടുത്ത് നമ്മൾ പാസേജ് വഴിയാണ് നമ്മൾ 2 ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഇതിൻ്റെ എല്ലാം ഡോറുകളും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ്. മുകളിൽ പിന്നെ നമ്മൾ പ്രൈവസി നോക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മളെ വീടുമായിട്ട് ബന്ധമുള്ള ആളുകളെ മുകളിലോട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാസേജിലൂടെ നമ്മൾ അപ്സ്റ്റെയറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറി താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത്. ഇതിലും 6x6 ഒരു ബെഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിങ് സൈസാണ്, ഡബിൾ സൈസ് ആയിട്ടുള്ള ബെഡാണ്. ഫ്രണ്ടേജിൽ നമ്മൾ 4 കള്ളി വെന്റിലേഷൻ ടൈപ്പ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമ്മളൊരു 3 കള്ളിയുടെ നോർമൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെന്റിലേഷൻ പാസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള അതേ വലുപ്പത്തിലുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബാത്റൂമാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. അടുത്ത് നമ്മൾ നേരെ ഈ ഒരു ബെഡ്റൂമിലൂടെ ഇറങ്ങി ബാക്കിലുള്ള ഒരു ബെഡ്റൂമിലോട്ട്. ഇത് നമ്മൾ കിച്ചണിൻ്റെ
ടോപ്പിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ അതേ സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് സ്പേസ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിലും ബാക്കിൽ നമ്മളൊരു 3 കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഒരു 3 കള്ളി വിൻഡോ വേറെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെന്റിലേഷൻ പാസിങ്ങും കിട്ടും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മളിവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാൽക്കണി ആയിട്ട് ഒരു പർഗോള ടൈപ്പ് ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം കൊടുക്കേണ്ട ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു ഓപ്പൺ ടെറസിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബെഡ്റൂം കൂടി അറേഞ്ച് ചെയ്യണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്നു 5 ബെഡ്റൂമുള്ളൊരു വീട്. അപ്പോൾ പ്രത്യേകം അയാൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. ഈ ഒരു വീടിന് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 5 ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ഒരു വീടിനെ മാറ്റാം. എലിവേഷനിൽ ചെറിയ ചേഞ്ചസേ വരുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇത്രയും ഏരിയ കവർ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 545 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീട് ടോട്ടൽ ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1320 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്ങിനോ അതുപോലെ കൺസൾട്ടിങ് ആവശ്യങ്ങൾക്കോ ഞാനുമായി ബന്ധപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സംശയം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ റിക്വസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വീടിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ പ്ലാനിനും മറ്റു അനുബന്ധ കാര്യങ്ങൾക്കും ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ